മാസ് എമിഷൻ സ്റ്റാൻഡേർഡ് അഥവാ നമ്മൾ നേരത്തെ പറഞ്ഞ ഭാരത് സ്റ്റേജ് 2 നോംസുകൾ. സോ മാസ് എമിഷൻ സ്റ്റാൻഡേർഡ് അത് ഇക്വാലൻറ്റ് ടു ഭാരത് സ്റ്റേജ് 2 നോംസ് അല്ലെങ്കിൽ നമ്മുടെ യൂറോ 2 നോംസുമായിട്ട് ഇക്വലൻ്റ് ആണ് ഈ ഭാരത് സ്റ്റേജ് 2 എന്നുള്ളത്. അതെന്നാൽ ഇപ്പോൾ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും തന്നെ അപ്ലിക്കബിൾ അല്ല. സോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാസ് എമിഷൻ സ്റ്റാൻഡേർഡുകൾ ഇന്ത്യയിൽ ഏതാണ് നമുക്ക് ഈ ടേബിളിലൂടെ ഒന്ന് നോക്കാം. സോ മാസ് എമിഷൻ സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ ഏറ്റവും കറണ്ട് ലെവലിൽ കാണുന്നത് ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, ഏതൊക്കെ നോംസുകളാണ്, ഏതൊക്കെ സിറ്റികളിലാണ് ഇത് ഇംപ്ലിമെൻറ്റഡ് ആയിരിക്കുന്നത്. സോ ടൈപ്സ് ഓഫ് വെഹിക്കിൾസ്, 4 വീലറുകളുടെ കാര്യത്തിൽ ഭാരത് സ്റ്റേജ് 3 എന്ന് പറഞ്ഞ നോംസാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ 4 വീലേഴ്സ് ഭാരത് സ്റ്റേജ് 3 അപ്ലിക്കബിൾ ആയിട്ട് ഏതൊക്കെ സിറ്റിയിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കണേ? ത്രൂ ഔട്ട് ദ കൺട്രി സിൻസ് ഒക്ടോബർ 2010. സോ 2010 ഒക്ടോബർ തൊട്ട് ത്രൂ ഔട്ട് ദ കൺട്രിയിൽ ഭാരത് സ്റ്റേജ് 3 4 വീലേഴ്സിൻ്റെ കാര്യത്തിൽ ആ നോംസാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഏറ്റവും പുതിയ മാസ് എമിഷൻ സ്റ്റാൻഡേർഡുകൾ ഇന്ത്യയിൽ. രണ്ടാമത്തെ 4 വീലേഴ്സ് ഭാരത് സ്റ്റേജ് 4. സോ 4 വീലേഴ്സിൻ്റെ കേസിൽ തന്നെ ഭാരത് സ്റ്റേജ് 4 അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് 12 മെഗാ സിറ്റീസിലാണ്. സോ 12 മെഗാ സിറ്റീസിൽ എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, സൂററ്റ്, കാൺപൂർ, ആഗ്ര, ലക്നൗ, ഷോലാപൂർ. ഏപ്രിൽ 2010 മുതലാണ് ഇത്രയും 12 മെഗാ സിറ്റീസിൽ ഭാരത് സ്റ്റേജ് 4 വീലേഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കണം. ആ നോംസിലൂടെയാണ് നോക്കും. അടുത്തത് 3 വീലേഴ്സിൻ്റെ ആണെങ്കിൽ 3 വീലേഴ്സിന് ഉള്ള നോംസ് എന്ന് പറഞ്ഞാൽ ഭാരത് സ്റ്റേജ് 3 ആണ്. അത് ത്രൂ ഔട്ട് ദ കൺട്രി സിൻസ് ഒക്ടോബർ 2010. സോ ഒക്ടോബർ 2010 മുതൽ ത്രൂ ഔട്ട് ദ കൺട്രി 3 വീലേഴ്സിനുള്ളത് ഭാരത് സ്റ്റേജ് 3 ആണ്. ലാസ്റ്റ് 2 വീലേഴ്സിനുള്ളതാണ്. 2 വീലേഴ്സിന് ഭാരത് സ്റ്റേജ് 3 ത്രൂ ഔട്ട് ദ കൺട്രി സിൻസ് ഒക്ടോബർ 2010. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മാസ് എമിഷൻ സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ കാണപ്പെടുന്നത്. സോ നമ്മുടെ ഈ പറഞ്ഞ ഫ്യൂവൽ പോളിസി, അതുപോലെ എൻജിൻ അപ്ഗ്രേഡ് ചെയ്യുക, ഇങ്ങനത്തെ എല്ലാ എഫേർട്ടുകൾക്കും നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു. ബിക്കോസ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ ഡൽഹിയിൽ നോക്കിയാൽ അവർ നമ്മൾ കൺസിഡർ ചെയ്ത ആ സ്വിച്ചിങ് ടു ആ ഡീസലിന് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസിലേക്കുള്ള ആ ഒരു കൺവേർഷൻ, അതുപോലെ സൾഫറിൻ്റെ കണ്ടൻറ്റ് പെട്രോളിലും ഡീസലിലും റെഡ്യൂസ് ചെയ്യുക, അതുപോലെ ആ ഭാരത് സ്റ്റേജ് 2 നോംസ് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് നമ്മുടെ ഡൽഹിയിലെ എയർ ക്വാളിറ്റി ഒരുപാടധികം സിഗ്നിഫിക്കൻ്റ്ലി ഇംപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അടുത്ത കാലത്തെടുത്ത ഒരു എസ്റ്റിമേറ്റ് പ്രകാരം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും ലെവല് ഡൽഹിയിൽ 1997 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് കുറഞ്ഞു കാണിക്കുന്നുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും സൾഫർ ഡൈ ഓക്സൈഡിൻ്റെയും ലെവല് വളരെയധികം റിഡ്യൂസ്ഡ് ആയിട്ട് ഡൽഹിയിൽ 1997 തൊട്ട് 2005 വരെ 2005 വരെ അത്രയും കുറവായിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തെടുത്ത എസ്റ്റിമേറ്റിൽ കാണിക്കുന്നുണ്ട്.